അൻവർ നിൽക്കുന്നത് സത്യത്തിൽ ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് അൻവറിനോട് പറയാൻ. വി ഡി സതീശനെ അയാൾ ഒറ്റയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ UDF-ലെ മറ്റു നേതാക്കന്മാരെല്ലാവരും അയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നിരുന്നു എന്നുള്ളത് അയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു. CPM-ന്റെ വോട്ട് CPM-ന് മാത്രം എന്നുള്ളത് പഴങ്കഥയായി എന്ന് മാത്രമല്ല, CPM-ന്റെ വോട്ട് വലിയ ഈ പറഞ്ഞ കൊട്ടയ്ക്കകത്ത് നിറച്ച് BJP-ക്ക് പോലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സതീശനും ഷാഫി പറമ്പലും കൂടെ ചേർന്നാണ് തലേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിന്റെ അടുത്തേക്ക് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സതീശന്റെയും മൊത്തം ബാർഗനിങ് പുറത്ത് പോയിരിക്കുന്ന സാഹചര്യത്തിൽ UDF-മായി അൻവർ ഒരു അണ്ടർഹാൻഡ് ഡീൽ ഉണ്ടാക്കിയാൽ ഒട്ടും അത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് 2020 തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മെമ്പറാണ്. അയാൾ നാട്ടിലില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാട്ടുകാരനാണെന്ന് പറയുന്നുള്ളതാണ്. അടിത്തട്ടി കൂടെ എല്ലാവരുടെയും വോട്ട് മേടിക്കും, പുറത്ത് വോട്ട് വേണ്ടെന്ന് പറയും. അത് അയാളങ്ങ് പരസ്യമായി പറഞ്ഞു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ മത്സരരംഗത്തുണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ഒടുവിലത്തെ ചോദ്യം. അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. അതായത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ നൽകിയ പത്രിക തള്ളി. എന്നാൽ അദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിക്കാം. കോൺഗ്രസും ലീഗും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചർച്ചയും ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് CPM ആണ്. അത് തള്ളിക്കൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ വിവാദങ്ങളാണ് ഉയർന്നു വരാൻ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നത്. നമുക്ക് നിലമ്പൂരിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അൻവറിൻ്റെ ഒരു പത്രിക തള്ളിയിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കാം അദ്ദേഹത്തിന്. എന്തായാലും അതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന നിലമ്പൂരിൽ നിന്നുള്ള ഒടുവിലത്തെ ഒരു വാർത്ത. അൻവർ ഫാക്ടർ ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ഇതിപ്പോൾ LDF-ലെ പല നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പിണറായി വിജയനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. UDF-ൽ പ്രവേശിപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ചില കോണിൽ നിന്നൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അതിന് സാധിച്ചിട്ടുമില്ല ഇതുവരെയും. VD സതീശനെതിരെയാണ് ഇപ്പോൾ ശക്തമായ വിമർശനം അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അൻവറിൻ്റെ നിലമ്പൂരിലെ സാന്നിധ്യം ആർക്ക് അനുകൂലമാകുമെന്നാണ് കരുതുന്നത്? ഇതിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. കാരണം അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ നേതാവ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജൂൺ 19 നടക്കാൻ പോകുന്നത്. അതേസമയം UDF തോറ്റാൽ UDF രാഷ്ട്രീയത്തിലുണ്ടാവും, LDF തോറ്റു കഴിഞ്ഞാൽ LDF രാഷ്ട്രീയത്തിലുണ്ടാവും, BJP എല്ലാവരും ഉണ്ടാവും. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ അപ്രസക്തനായാൽ പിന്നെ അൻവർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. സ്വാഭാവികമായും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പറഞ്ഞ പോലെ ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അൻവർ രാജിവെക്കാൻ MLA സ്ഥാനം രാജിവെക്കാനിടയായ സാഹചര്യം, അൻവർ CPM-ൽ നിന്ന് തെറ്റിപ്പിരിയാനിടയായിട്ടുള്ള സാഹചര്യം, നമ്മളത് നോക്കിയാൽ പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും പിണറായിസത്തിനെതിരെയുമാണ് അയാൾ അവിടുന്ന് വിട്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സ്വാഭാവികമായും പിണറായിസത്തിനെതിരായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾ ഇടതുപക്ഷത്തു നിന്ന് വിട്ടുപോകുന്നത് ഉള്ളതുകൊണ്ടും പിണറായിസത്തിനെതിരായിട്ടാണ് തൻ്റെ പോരാട്ടം എന്നും അയാൾ പറയുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ VD സതീശനെതിരെ പറയുന്നുണ്ട്. പക്ഷേ VD സതീശനെതിരെ പറയുമ്പോൾ അയാൾ VD സതീശനെതിരെയാണ് പറയുന്നത്, UDF-നെതിരെ പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. എന്ന് മാത്രമല്ല, VD സതീശനെ അയാൾ ഒറ്റയ്ക്ക് മാറ്റി നിർത്തുമ്പോൾ UDF-ലെ മറ്റു നേതാക്കന്മാരെല്ലാവരും അയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നിരുന്നു എന്നുള്ളത് അയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. അതായത് രമേശ് ചെന്നിത്തല, K. സുധാകരൻ, KC വേണുഗോപാൽ, കുഞ്ഞാലിക്കുട്ടി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള ആളുകളെല്ലാം തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തതെന്നും സതീശൻ ആണ് തനിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു പറഞ്ഞ് അയാളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമരം ആത്യന്തികമായി പിണറായിസത്തിനെതിരായിട്ടാണ്, UDF-ന് എതിരും അല്ല. രണ്ട്,
അയാൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം CPM-നെതിരായിട്ടാണ്. അയാൾ പറയുന്നത് എന്താണ്? CPM-ലെ ഈ പിണറായി വിജയ പി ശശി നേതൃത്വത്തിനെതിരായി താഴെത്തട്ടിലുള്ള പാർട്ടി അണികൾക്ക് വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, മറ്റു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള പാർട്ടി അണികളുടെ കൂടെ നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെയും പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും ഒക്കെ ഉള്ള MR അജിത് കുമാറിനെതിരെയുള്ളതാണ് തൻ്റെ സമരം എന്നാണല്ലോ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാൾ മത്സരിക്കുകയാണെങ്കിൽ അയാൾക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ പോകുന്നത് CPM-ന്റെ അണികളിൽ നിന്നാണെന്നുള്ളത് വളരെ ഇറ്റ് ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. കാരണം അയാൾ UDF-നെതിരെ ഒന്നും പറയുന്നില്ല. അയാൾ പിന്നെ VD സതീശനെതിരെ മാത്രമേ പറയുന്നുള്ളൂ. അയാൾ UDF-നെതിരെ അല്ല. ഇപ്പോഴും അയാൾ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷവും അയാൾ UDF-നെതിരല്ല. അയാൾ എതിരായിട്ടുള്ളവരാരാണ്? ഒന്ന് പിണറായിസം, രണ്ട് VD സതീശൻ. VD സതീശൻ അല്ല UDF എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM-ൽ നിന്ന് ഇറങ്ങി വന്ന സമയത്തും പിണറായിസത്തിനെതിരായിട്ടുള്ള സമരത്തിലാണ് അയാൾ നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ പിണറായിസത്തിനെതിരെ പാർട്ടി അണികൾക്ക് വേണ്ടി സമരം ചെയ്ത ആളാണ് താൻ എന്നാണ് അയാൾ ഊറ്റം കൊണ്ടിരുന്നതെങ്കിൽ സ്വാഭാവികമായും അയാൾ പിടിക്കുന്നതിൽ 90% വോട്ടും CPM-ൻ്റെതായിരിക്കും. ഓക്കെ, പക്ഷേ CPM-ൻ്റെ വോട്ടാണ്. എക്കാലത്തും അത് പാർട്ടി ചിഹ്നത്തിലേക്ക് മാത്രമാണ് സാധാരണ പോകാറുള്ളത്. ഇനിയിപ്പോൾ അൻവറിനോട് ഇഷ്ടം തോന്നി CPM-കാർ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? കാരണം CPM-ന് വലിയ ഒരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്, ആ മുന്നണിയിൽ നിന്നും MLA സ്ഥാനത്ത് നിന്നും ഒക്കെ തന്നെ. അങ്ങനെ ഒരാൾക്ക് CPM-കാർ വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. പലപ്പോഴും CPM-കാർ പാർട്ടിയെ വിട്ട് കളിക്കാറില്ല. അതുകൊണ്ടാണ് ആ അണികളുടെ വോട്ട് എങ്ങനെ PV അൻവറിന് കിട്ടുമെന്ന് കരുതാൻ സാധിക്കും. അല്ല, ലിയോ യഥാർത്ഥത്തിൽ ഈ CPM-ന്റെ അടിയുറച്ച ഈ അസ്ഥി പിടിച്ച CPM-കാരുടെ ഭാഷയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ CPM-കാരെല്ലാം CPM-നെ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അതെല്ലാം ഒരു പഴങ്കഥയായിട്ട് വർഷങ്ങളായി. CPM-കാർക്ക് മാത്രമല്ല, CPM-കാർ അല്ലാത്ത തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ UDF-നൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനതിലേക്കല്ല. അതായത് UDF എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ ആ ജയിച്ച സമയങ്ങളിലെല്ലാം വലിയ തോതിൽ CPM-കാർ UDF-ന് വോട്ട് മാറ്റി ചെയ്യുന്നതുകൊണ്ടാണ് അവർ ജയിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതപ്പോൾ നിൽക്കട്ടെ. ലിയോ പറഞ്ഞ വാദം തെറ്റാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ CPM-ന്റെ അണികൾ UDF-നെന്നല്ല, ഇന്നത്തെ CPM-ന്റെ അണികൾക്ക് BJP-ക്ക് വോട്ട് ചെയ്യാൻ പോലും ഒരു മടിയില്ല എന്നുള്ളതിന് എത്രയോ തെളിവുകൾ നമ്മൾ ഒപ്പി കിടക്കുന്നു. ഇപ്പൊ ആലപ്പുഴ ചെറിയ വിഭാഗമായി അല്ല, ഞാൻ ചോദിച്ചൂടെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 2024-ൽ 2019-ൽ BJP-ക്ക് അവിടെ 2 ലക്ഷം വോട്ടാണ് കിട്ടിയത്. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു, അവർക്ക് 3 ലക്ഷം വോട്ട് കിട്ടി. ഈ 2 ലക്ഷം 3 ലക്ഷമായി കൂടിയത് UDF-ന്റെ വോട്ടാണെന്ന് ആരും പറയില്ല, കാരണം UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ആലപ്പുഴയിൽ 1 ലക്ഷത്തിനടുത്ത് CPM-ന്റെ അണികൾ പച്ചയ്ക്ക് കൊണ്ടുവന്ന് പിന്നെ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യായിരുന്നു. ഇനി ലിയോ താമസിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉള്ള വോട്ട് ലിയോ ഒന്ന് നോക്ക്. വി മുരളീധരന് കിട്ടിയതിൽ CPM-ന് വോട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത്, കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്താണ് വന്നത്. കാട്ടാക്കട എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 1-2 തെരഞ്ഞെടുപ്പായിട്ട് LDF ജയിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ CPM-ന്റെ വോട്ട് CPM-ന് മാത്രം എന്നുള്ളത് പഴങ്കഥയായി എന്ന് മാത്രമല്ല, CPM-ന്റെ വോട്ട് വലിയ ഈ പറഞ്ഞ കൊട്ടയ്ക്കകത്ത് നിറച്ച് BJP-ക്ക് പോലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ CPM-ന്റെ വോട്ട് നിലമ്പൂര് മണ്ഡലത്തിൽ മാത്രം CPM-ന് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ലിയോയ്ക്ക് പോലും ഉള്ളിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാദഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, CPM-ന്റെ വോട്ട് CPM-നും കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിനും അടിയുറച്ച് ഓരോ പാർട്ടിയിലും വിശ്വസിക്കുന്നവർ അങ്ങനെ ചെയ്യും. പക്ഷേ ഈ സ്വിംഗ് വോട്ടർമാരാണ്. ഓക്കെ, CPM-ന് ഒരു ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ടർമാർ ഓക്കെ മറുപക്ഷത്തേക്ക് ചായും. അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായാറുണ്ട്. CPM വോട്ട് അങ്ങനെ ചായുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. 2, ഈ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ട് അൻവറിന് തന്നെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഇടതുപക്ഷ അനുഭാവികളുടെ ഒരു കാര്യം ഞാൻ പറയാം. നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അതൊരു പോയിന്റ്. ഇനി ഇടതുപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ഇടതുപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർമാരുടെ മാത്രം വോട്ടല്ലല്ലോ, പാർട്ടി അനുഭാവികളുടെ വോട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ
അതിനകത്ത് പാർട്ടി അനുഭാവികളും പാർട്ടിയും പുറം അതിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ വലിയ ഷിഫ്റ്റ് UDF-ലേക്ക് ആയിരിക്കും. പ്രൊഡോമിനന്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് UDF-ലേക്ക് ആയിരിക്കും. ഓക്കെ, പക്ഷെ ചെറുതല്ലാത്തൊരു ഷിഫ്റ്റ് പിന്നെ അൻവറിലേക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ ഇത്രയും നാള് അദ്ദേഹം അവർക്ക് വേണ്ടി നിന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നു. അങ്ങനെ ഒരു വിഭാഗം അദ്ദേഹത്തോട് അനുഭാവത്തോടു കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കാം എന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അൻവറിന്റെ കൂടെ പാർട്ടിക്കാരായിട്ട് കുറെ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. എണ്ണത്തിൽ കുറവായിരിക്കും കുറെ. അത് മുഴുവൻ CPM-കാരാണ്. അൻവറിന്റെ കൂടെ ഒരു UDF-കാരനും പോയിട്ടില്ല. അൻവറിന്റെ പാർട്ടിയുടെ ഭാരവാഹികളായിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ CPM-കാരാണ്. കാരണം അൻവർ CPM-നകത്ത് നിന്നുകൊണ്ട് ഈ CPM-ന്റെ പിണറായിസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അയാളുടെ കൂടെ നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരും CPM-ആയിട്ട് പോകുന്നത്. അപ്പോ UDF-ന് ഉണ്ടാകാൻ പോകുന്ന ചെറിയൊരു പരിക്കുണ്ട്. ആ പരിക്കുണ്ടാന്ന് ചോദിച്ചാൽ അൻവർ UDF-ന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അൻവറിന് കിട്ടുമായിരുന്ന CPM-ന്റെ വോട്ടുകൾ ഉൾപ്പെടെ UDF-ലേക്ക് വരുമായിരുന്നു. പക്ഷെ അൻവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആ വോട്ടുകൾ അൻവറിന്റെ കയ്യിൽ വരും. അൻവറിന്റെ കയ്യിൽ വരും എന്ന് പറയുമ്പോൾ ആത്യന്തികമായി പരിക്ക് LDF-നാണ്. കാരണം LDF-ന്റെ വലിയൊരു ചങ്ക് വോട്ട് UDF-ലേക്കും ചെറിയൊരു ചങ്ക് പിന്നെ അൻവറിലേക്കും പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അൻവറിലേക്ക് വരുമ്പോൾ അൻവറിന് ഇനിയിപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കാം. അദ്ദേഹം മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു വശത്ത് VD സതീശൻ അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും VD സതീശനെതിരെ അൻവർ ആഞ്ഞടിക്കുമ്പോഴും ചില കോണുകളിൽ നിന്ന് ഇപ്പോഴും അനുനയ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് സൂചന. അതെ, രണ്ട് കാര്യത്തിന് ഞാൻ പറഞ്ഞു. ഒന്ന് അൻവർ നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളൂ, പിന്നെ UDF-ഉമായിട്ടുള്ളത് രണ്ടും രണ്ടായിട്ട് ഞാൻ പറയാം. ഇതില് അൻവർ നിൽക്കുന്നത് സത്യത്തിൽ ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് അൻവറിനോട് പറയാനുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അൻവർ എന്തുകൊണ്ടും UDF-നോടൊപ്പം നിൽക്കുന്നതാണ് അൻവറിന്റെ ഭാവിക്ക് ഏറ്റവും നല്ലത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അൻവർ ചെറിയ വോട്ടുകൾ അവിടെ മേടിച്ചാൽ പിന്നെ അൻവർ തീർന്നു. മനസ്സിലായോ? അൻവർ ജയിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയോ ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ആ മണ്ഡലത്തിലെ എന്നല്ല എല്ലാ മണ്ഡലത്തിലും, ഇപ്പൊ എല്ലാ മണ്ഡലത്തിലുമുള്ള വികാരം രണ്ടാണ്. ഒന്ന് പിണറായിക്കെതിരെ, ഒന്ന് പിണറായിക്ക് അനുകൂലം. അതാണ് എല്ലാ മണ്ഡലത്തിലും. നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയ തോതിൽ പിണറായി അനുകൂലം പിണറായി വിരുദ്ധം എന്നുള്ള നിലയിൽ അങ്ങ് പോളറൈസ് ചെയ്യപ്പെടും. അങ്ങനെ പോളറൈസ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് അൻവർ എന്ന് പറയുന്ന ആളൊരു ഘടകമേ ആവില്ല. കാരണം അൻവർ എന്തായാലും ജയിക്കാൻ പോണ സ്ഥാനാർത്ഥിയല്ല. ജയിക്കാൻ പോണെന്നൊക്കെ അൻവർ പറയുമ്പം ചങ്കത്ത് കൈ വെച്ച് അൻവറിനെ പറയാൻ പറ്റില്ല ജയിക്കുമെന്ന്. കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും ജയിക്കാത്ത സ്ഥാനാർത്ഥിക്കാരിലും വോട്ട് ചെയ്യുമോ? ഒന്ന്. രണ്ട്, അൻവർ പിണറായി വിഷയത്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത് എന്നാണ് അൻവറും അവകാശപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് സതീശൻ വരുന്നുള്ളൂ. പിണറായി വിഷയത്തിനെതിരായിട്ട് പിന്നെ സമരം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണി അപ്പുറത്ത് നിൽക്കുകയാണ്. പിണറായി വിഷയത്തിനെതിരെ പിന്നെ പടപൊരുതുന്ന ഒരു മുന്നണി ശക്തമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ പിണറായി വിഷയത്തിനെതിരെയാണ് താൻ പോരാടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ആളായിട്ട് അൻവർ നിൽക്കുമ്പോൾ അൻവറിന് ആരാണ് വോട്ട് ചെയ്യുന്നത്? പിണറായി വിഷയത്തിനെതിരെ വോട്ട് ചെയ്യുന്നവരെല്ലാവരും 99% ഒരു UDF-നെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെത് വലിയൊരു ആത്മഹത്യാപരമാണ് അൻവറിൻ്റെ പിന്നെ ഈ നിൽപ്പ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുക. രണ്ട്, അൻവർ പിന്നെ ഈ മത്സരിക്കുന്നുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു എന്താണ്, മാതൃഭൂമിയിലോ മറ്റോ ഞാൻ കണ്ടു അനുകൂല ശത്രു എന്ന് പറഞ്ഞൊരു ഉപയോഗം ഞാൻ കണ്ടു. മനസ്സിലായി? പേരിനൊരു ശത്രു, പക്ഷേ അനുകൂലം എന്നുള്ള നിലയിൽ അയാൾ ഈ മത്സരിച്ചാൽ പോലും പിന്നെ വോട്ട് അയാൾക്ക് കിട്ടാനുള്ള വോട്ട് UDF-ന് പോകാനാണ് സാധ്യത. മൂന്ന്, UDF-ഉം വലിയ തോതിൽ പിന്നെ ശ്രമങ്ങൾ നടത്തും. കാരണം എന്താ വെച്ചാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇയാൾ UDF-ൽ വരുന്നതിന് അനുകൂലമാണെന്നുള്ളത് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇയാൾ UDF-ൽ വരുന്നതിൽ എതിർക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. ആ സതീശൻ പിന്നെ ഇതിലൂടെ സംരക്ഷിച്ചത് UDF-ന്റെ താല്പര്യം അല്ല എന്നുള്ളതും ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ UDF-നകത്തുള്ള പ്രമുഖ നേതാക്കന്മാരും സീനിയർ നേതാക്കന്മാരും എല്ലാം തന്നെ അൻവർ ഇപ്പോഴും UDF-നോട് നിൽക്കുന്നതിനാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് അൺഒഫീഷ്യലായിട്ട് അൻവറിനൊരു ഉറപ്പ് കൊടുത്താൽ മതി, നാളെ നമുക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ സ്വാഭാവികമായി ഞാൻ വിശ്വസിക്കുന്നത് അൻവർ പേരിന് മത്സര രംഗത്തുണ്ടെങ്കിൽ പോലും
അൻവർ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പേരിന് അയാൾ അവിടെ കാണുകയുള്ളൂ. അയാൾ UDF ആയിട്ട് ഒരു ധാരണ അയാൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അയാൾ ഒറ്റയ്ക്ക് എന്ന് കഴിഞ്ഞാൽ അയാൾ തീർന്നു പോകും. രണ്ട്, അയാൾ UDFിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഗുണം എന്നുള്ളത് അയാൾക്കും അറിയാം, UDFിനും അറിയാം. അതുകൊണ്ട് പയ്യെ പേരിന് മത്സര രംഗത്ത് നിന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്കും UDFിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം പിൻവലിച്ചാലും അത്ഭുതപ്പെടണ്ട. കാരണം ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുള്ളൂ ഇപ്പൊ കേൾക്കുന്നത്, തൃണമൂല സ്ഥാനാർത്ഥിയല്ല. മനസ്സിലായി? അപ്പം ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ UDFിൽ എല്ലാ നേതാക്കന്മാരും ആയ അനുകൂലമാണ്. സതീശൻ മാത്രമേ ഉള്ളൂ. സതീശന് ഇപ്പൊ ബാർഗനിങ് പവർ പോയി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പോയത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇടയ്ക്കുന്നുണ്ട് കാര്യങ്ങൾ സതീശനെ ഞാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പാർട്ടി മലപ്പുറത്തെ 40 MLA-മാരുള്ളതിൽ 20ഓളം MLA-മാർ മുസ്ലിം ലീഗിൻ്റെ. ആ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾക്ക് പോലും എതിരായിട്ട് സതീശൻ നിൽക്കുന്നതിനെതിരെ മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. മനസ്സിലായി? എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് പോലും സതീശനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ വിട്ടതിന് തൊട്ട് പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ യോഗം നടക്കാൻ പോയത്. അപ്പോൾ ആ യോഗത്തിൽ സതീശനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സതീശനും ഷാഫി പറമ്പലും കൂടെ ചേർന്നാണ് തലേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിന്റെ അടുത്തേക്ക് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സതീശന്റെയും മൊത്തം ബാർഗനിങ് പുറത്ത് പോയിരിക്കുന്ന സാഹചര്യത്തിൽ UDFുമായി അൻവർ ഒരു അണ്ടർഹാൻഡ് ഡീൽ ഉണ്ടാക്കിയാൽ ഒട്ടും അത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഇപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ നിലമ്പൂരിൽ തർക്കത്തിലാണ് എന്ന് CPM ആക്ഷേപിക്കുകയാണ്. അത് തെറ്റാണ് എന്ന് കോൺഗ്രസും UDF ക്യാമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു തർക്കത്തിന് സാധ്യതയുണ്ടോ? കാരണം ഇതിപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം നിർണായക പോരാട്ടമാണ്, ജീവന്മരണ പോരാട്ടമാണ്. ഒരിക്കൽ കൂടി അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവർക്കൊരു തോൽവിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഡ്രസ് റിഹേഴ്സലായി കരുതുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇത് ഒരു സീരിയസ് തെരഞ്ഞെടുപ്പായി തന്നെ അവർ കണ്ട് മത്സരിക്കുകയല്ലേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് CPM ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ ഇല്ലയോ? 977 മുതൽ UDFിന്റെ മണ്ഡലമാണ് നിലമ്പൂര്. അവിടെ പതിറ്റാണ്ടുകളായിട്ട് നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന ആൾ ആര്യാടൻ മുഹമ്മദാണ്. അവിടെ 2016-ൽ 21-ലുമാണ് തോറ്റത്. 2016-ൽ 11,000 വോട്ട് തോറ്റെങ്കിൽ 2021-ൽ 2,000 വോട്ടിനാണ് അവിടെ തോറ്റത്. മനസ്സിലായില്ലേ? അപ്പം അവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വലിയ വേരുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലം. മനസ്സിലായില്ലേ? ആ മണ്ഡലത്തിൽ കോൺഗ്രസിനകത്തും UDFിനകത്തും ഒരു തർക്കവും ഇല്ലെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനസ്സിലായി? CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് അവിടെ പറയാനൊന്നുമില്ല. ജനവികാരം പൂർണ്ണമായും എതിരാണ്. ഈ ദേശീയപാതന വിഷയം മുതൽ ഒരുപാട് വിഷയങ്ങൾ പിണറായി വിരുദ്ധം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ഇത് കോൺഗ്രസ് CPMകാരെ പോലും വിശ്വാസത്തിലെടുക്കുന്ന ഒരു വാദഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമൊന്നും അല്ലെന്ന എൻ്റെ വാദം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് പരമ്പരാഗതമായി UDFിൻ്റെ മണ്ഡലമാണ്. അവിടെ 1-2 തവണ CPM ഒന്ന് ജയിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഇപ്പം വ്യാപകമായിട്ടുള്ള വികാരം പിണറായി വിരുദ്ധനും കൂടെ പിണറായി വിജയനും പിണറായിസിനെതിരായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ചുരുങ്ങി ഒരു 25,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിന് അവിടുന്ന് UDF സ്ഥാനാർത്ഥി, അത് ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, UDFിന്റെ സ്ഥാനാർത്ഥി അവിടുന്ന് ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കൂടുതൽ വർദ്ധിക്കും. കാരണം പാലക്കാട് നമ്മൾ എടുത്ത് നോക്കൂ, പാലക്കാട് ഇതുപോലെ നിർണായകമായിരുന്നു. പാലക്കാട് അവസാനം ഭൂരിപക്ഷത്തിലായിരുന്നു, 25,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തൃക്കാക്കരയിൽ എന്തായിരുന്നു? അവിടെ 24 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ എന്തായിരുന്നു? 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഇതൊരു കേക്ക് വാക്കാണ് UDFിനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ LDF സ്ഥാനാർത്ഥിയിലേക്ക് വരുമ്പോൾ നമുക്ക് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് M സ്വരാജ് CPMൻ്റെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നേതാവാണ്. വളരെ യുവ നേതാക്കളിൽ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് നിലമ്പൂർ. അപ്പോൾ അവിടെ 2 നാട്ടുകാർ തമ്മിലുള്ള പോരാട്ടം എന്നാണ് ചിലരൊക്കെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അവിടുത്തെ ജനവിഭാഗം തഴയാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങിപ്പോൾ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദ്യം. ഇല്ലയോ? ഇതിനകത്ത് ഈ പറയുന്ന നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ വാദത്തിനൊന്നും ഇപ്പോൾ യാതൊരു കഴമ്പുമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? ഇന്നവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെറുപ്പക്കാരൻ, വളരെ അഗ്രസീവായിട്ടുള്ള നേതാവ്, നാട്ടുകാരൻ എന്നൊക്കെ പറയുന്ന വാദഗതികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ്? ആ രാഷ്ട്രീയ വിഷയങ്ങൾ ആർക്ക് അനുകൂലമാണ്?
ആ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രണ്ട് മുന്നണികൾ മത്സരിക്കുകയാണ്. മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിയാൽ പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിണറായി വിജയനെ പറയണമെന്ന് അല്ല എൽ ഡി എഫിനെതിരെ ഒന്നും അയാൾ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. അയാൾ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ളതിനപ്പുറത്ത് അയാൾ കോൺഗ്രസിന് എന്തോ സാംസ്കാരിക വേദിയുടെ എന്തോ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്ക് അയാളെക്കുറിച്ചൊന്നും വലിയ മതിപ്പൊന്നുമില്ല. ഇപ്പം ഒരു ലീഡർ എന്നുള്ള നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അയാളെക്കാളും വലിയ ലീഡർ സ്വരാജ് തന്നെയാണ്. കാരണം സ്വരാജ് ചെറുപ്പക്കാരനെന്നല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. മനസ്സിലായി? അതുമായിട്ട് നോക്കുമ്പോൾ ഇയാൾ ആരുമല്ല. മനസ്സിലായി? അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. പക്ഷെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് സ്ഥാനാർത്ഥിത്വമല്ല. സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ച തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമായിരുന്നു. മനസ്സിലായി? പക്ഷെ ഇവിടെ സ്ഥാനാർത്ഥി പ്രസക്തമല്ല. ഇവിടെ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ നിലപാടുകളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ലിയോ പറഞ്ഞ ഈ ഒരു വാദവും എം സ്വരാജിന് അനുകൂലമല്ല. എന്ന് മാത്രമല്ല, അഗ്രസീവ് എന്നും പറഞ്ഞൊരു വാക്ക് ലിയോ ഉപയോഗിച്ചു. അത് ശരിക്കും സ്വരാജിനെതിരാണ് എന്നാണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്. അവിടുത്തെ CPM-കാർക്ക് പോലും ഇയാൾ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു അഹങ്കാരമുള്ള ഒരു നേതാവാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. ഇയാൾ നാട്ടുകാരനാണെന്ന് പറയുന്നെങ്കിൽ ഇയാൾ പതിറ്റാണ്ട് കാലമായിട്ട് അവിടെ ഇല്ല. ഇയാൾ 2016 തൃപ്പൂണിത്തുറ മത്സരിച്ചത്. അത് കഴിഞ്ഞാൽ 2020 തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അയാൾ നാട്ടിലില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാട്ടുകാരനാണെന്ന് പറയുന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്കോ അണികൾക്കോ ഒക്കെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആക്സസിബിൾ അല്ല. വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ഒരു നേതാവാണെന്നും വിളിച്ചു കഴിഞ്ഞപ്പോൾ ലിയോ വിളിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മിസ്റ്റർ ലിയോ രാധാകൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു അഗ്രസീവ് നേതാക്കന്മാരുടെ അഗ്രസീവ് തോളൊക്കെ ചെരിച്ചുള്ള നടപ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പിണറായി വിജയൻ അനുകൂലിക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അതൊക്കെ അയാൾക്ക് എതിരാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ വ്യക്തികൾ പ്രസക്തമല്ല. മറ്റൊന്ന്, അവിടുത്തെ CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ് എന്നൊരു നേതാവ് പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വളരെ വൈറലായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ വോട്ട് ചോദിക്കുകയാണ്. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് എന്നോ വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നോ സുഡാപ്പി എന്നോ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വോട്ട് ചെയ്യണം സ്വരാജിന് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം സ്വരാജ് അത് തിരുത്തി വന്നു. എന്താണ്, മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-ൽ ഒരു വിഭാഗത്തിന് ഏത് രീതിയിലും ആരുടെയും വോട്ട് വാങ്ങി ജയിക്കാം എന്നാണോ കരുതുന്നതെന്നാണോ തോന്നുന്നത്? ലിയോ എനിക്കതിനകത്ത് ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് CPM-ൻ്റെ അഭിപ്രായമാണ് അയാൾ പറഞ്ഞത്. അടിത്തട്ടി കൂടെ എല്ലാവരുടെയും വോട്ട് മേടിക്കും, പുറത്ത് വോട്ട് വേണ്ടെന്ന് പറയും. അത് അയാളങ്ങ് പരസ്യമായി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് BJP-കാരൻ്റെ RSS-കാരുടെ വിശ്വ പരിഷത്തുകാരുടെ ഹിന്ദു ഐക്യതയൊന്നും പറഞ്ഞിട്ടില്ല. സുഡാപ്പി SDPI എന്നൊക്കെ അതും കൂടെ ചേർത്ത് പറയാമായിരുന്നു. അപ്പോൾ ഇത് സിദ്ദിഖ് പറഞ്ഞതും സ്വരാജ് പറഞ്ഞതും രണ്ടും CPM-ൻ്റെ തന്നെ നിലപാടാണ്. അടിത്തട്ടി കൂടെ ഇവരുടെ എല്ലാം, അത് പരസ്യമായി പറഞ്ഞു പോയി എന്നേ ഉള്ളൂ, അടിത്തട്ടി കൂടെ ഇവരുടെ എല്ലാം വോട്ട് മേടിച്ചിട്ട് പുറമെ ഇവരുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ വിവേചനം നേരിടുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്നു. അതിനെ BJP-യും ഹിന്ദു സംഘടനകളും എല്ലാം ന്യായീകരിച്ചിരുന്നു. ആ പ്രസ്താവനയ്ക്കെതിരായിട്ട് പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിണറായി വിജയനും മുതൽ എം സ്വരാജ് വരെ ഉള്ളവർ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന ഉണ്ടല്ലോ, അതായത് മലപ്പുറത്ത് ഹിന്ദുക്കൾ വിവേചനം നേരിടുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ആ പ്രസ്താവന സംബന്ധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കാനായിട്ട് സ്വരാജിന് ഇതുണ്ട്, ബാധ്യതയുണ്ട്. അപ്പോൾ അത് സ്വരാജ് പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. മറ്റൊന്ന്, ഈ മോഹൻ ജോർജാണ് BJP-യുടെ സ്ഥാനാർത്ഥി. അപ്പോൾ തന്നെ അൻവറുണ്ട്, SDPI സ്ഥാനാർത്ഥിയുണ്ട്. ഇവരൊക്കെ കുറച്ച് വോട്ട് പിടിച്ചു മാറ്റും. അത് റിസൾട്ടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നു? ഇല്ല, ഇതിനകത്ത് BJP ഒന്നും അവിടെ ഒരു ചലനവും സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP-യുടെ അണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വികാരം പിണറായി വിരുദ്ധമാണ്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഈ BJP-യുടെ അണികൾ പിണറായി വിരുദ്ധരാണെങ്കിൽ അവർ BJP നേതൃത്വത്തിന് വോട്ട് ചെയ്യില്ല. കാരണം പിണറായിയെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് BJP-യുടെ നേതൃത്വമാണെന്ന് വിശ്വസിക്കുന്നവരാണ് BJP-യുടെ അണികൾ. അതുകൊണ്ട് അവർ യഥാർത്ഥ BJP-യുടെ അണികളുണ്ടല്ലോ, അവർ പിണറായിസത്തിനെതിരായിട്ട് വോട്ട് ചെയ്യുള്ളൂ. അത് ആരും തർക്കമില്ല. BJP-യിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾ ആരാണ്? ഇന്നലെ വരെ കേരള കോൺഗ്രസിലോ മറ്റോ
അയാൾ ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞിട്ടാണ് ബി ജെ പിയിൽ അംഗത്വം നേടുന്നത്. അതുകൊണ്ട് ബി ജെ പി പ്രസക്തമല്ല. പിന്നെ SDP-യെ സംബന്ധിച്ചിടത്തോളം SDP-ഐ ഒരു കടുത്ത വർഗീയ സംവിധാനമായതുകൊണ്ട് കുറച്ച് വോട്ടുകൾ അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാ മണ്ഡലത്തിലും അവർക്ക് കുറച്ച് വോട്ടുണ്ട്. ആ കുറച്ച് വോട്ട് അവർ പിടിക്കുന്നുള്ളതല്ലാതെ അതൊക്കെ വളരെ മാർജിനലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട. പിണറായി വിരുദ്ധതയും പിണറായിക്ക് അനുകൂലമായിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് കേന്ദ്രത്തിലേക്ക് വോട്ടുകൾ മുഴുവൻ ധ്രുവീകരിക്കും എന്നുള്ളത് കൊണ്ട് അത് അൻവറായാലും SDP-ഐ ആയാലും BJP ആയാലും ഒന്നും അതിനകത്ത് ഒരു തരത്തിലുള്ള ചലനങ്ങളും സൃഷ്ടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യെസ്, അതാണ്. അതായത് മറ്റ് ഫാക്ടേഴ്സ് എല്ലാം അപ്രസക്തമാകും. LDF UDF നേരിട്ടുള്ള പോരിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം നിലമ്പൂർ മാറും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അൻവർ മത്സരരംഗത്ത് നിന്ന് അവസാന നിമിഷം പിന്മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം സ്വതന്ത്രനായി മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അഭിപ്രായം വന്നിരിക്കുന്നത്. സ്വരാജ് നാട്ടുകാരൻ എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ രണ്ട് LDF UDF ആശയങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ പിണറായി അനുകൂലിക്കുന്നവരും പിണറായിയെ എതിർക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ മാറിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാത്തിരുന്ന് കാണാൻ നമുക്ക് ഈ പോരാട്ടത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിലെ വാക്യുദ്ധങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഏതൊക്കെ രീതിയിലേക്ക് മറിയുമെന്ന്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.